ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മക്കൾസേ, ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് എന്താണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യത്തിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് നമ്മൾ ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. ഇവിടെ 4 തവണ നമ്മൾ എന്തുണ്ട്, 4 തവണ 2നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. 4 തവണ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് 2നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കിയിട്ട് 2⁻4 എന്ന് എഴുതും. ഇങ്ങനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് നമ്മൾ എക്സ്പോണൻസിയേഷൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സ്പോണൻറ്റ്. അപ്പോൾ 2 × 2 × 2, 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പോൾ ഇതിൻ്റെ ആൻസർ 16 ആണ്. ഇവിടെ എന്താണ്, 16 ഈസ് ദ പവർ ഓഫ് 2. പവർ ഓഫ് 2, 2ൻ്റെ പവറാണ് 16. എത്രാമത്തെ പവറാണ്? 4th പവർ. പവർ ഓഫ് 2, 16 ഈസ് ദ 4th പവർ ഓഫ് 4th പവർ ഓഫ് 2. 4ാമത്തെ പവറാണ് എന്ത്, 2. നമുക്ക് റൈസ് ടു 4 എന്നാണ് ഇതിനെ ചുരുക്കി പറയുന്നത്. ഓക്കെ, നമുക്ക് ഏത് നാച്ചുറൽ നമ്പറിൻ്റെയും ഈ രീതിയിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം 3 × 3 ആണെങ്കിൽ എന്താണ്, 3⁻². നമുക്ക് ആൻസർ എന്താണ്, 9. ഈ ⁻² ആകുമ്പോൾ നമ്മൾ എന്താ പറയും, അതിനെ സ്ക്വയർ എന്നുകൂടി പറയും കേട്ടോ. അതുപോലെ തന്നെ ⁻³ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്യൂബ് എന്നും കൂടി പറയും. ഓക്കെ, അപ്പം എന്താണ്, 27 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, എക്സ്പോണൻസിയേഷൻ. ഇനി ഫ്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ നോക്കിയേ, 2/4⁻². 2/4⁻² ആണെങ്കിൽ ഈ 2 എന്ന ⁻² എന്നുള്ളത് 4നും 2നും ബാധകമാണ്. അപ്പം എന്താണ്, 2⁻² / 4⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 × 2 4 അല്ലേ. 2 × 2 / 4 × 4 എന്ന് കിട്ടും. നമുക്കറിയാം 2 × 2 4, 4 × 4 16 അല്ലേ. ഓക്കെ, ഇനി മിക്സഡ് ഫ്രാക്ഷൻ്റെ കേസിലാണ്. ഇനിയിപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 3 തവണ ഈ 2നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതുപോലെ തന്നെ 4നെയും. അപ്പോൾ 3 തവണ ചെയ്യുമ്പോൾ എന്താണ്, 3 തവണ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 തവണ 4 കൊണ്ട് ചെയ്യണം. ഓക്കെ, ഇനി 1⁻5 എത്രയാണ് മക്കൾസ്? 1നെ എത്ര തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും സെയിം 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, 1ൻ്റെ എല്ലാ പവേഴ്സിൻ്റെയും ആൻസർ എന്താണ്, 1 തന്നെയാണ്. അത് മിസ്സിൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. ഇനി മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എക്സാമ്പിൾ പറയാം, 1 1/2. ഇതുപോലത്തെ മിക്സഡ് ഫ്രാക്ഷൻ്റെ പവർ അത് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് എന്താണ്, ഇൻറ്റു പ്ലസ്. നമുക്കറിയാം കൺവേർട്ട് ചെയ്യുന്നത്, താഴോട്ട് മൾട്ടിപ്ലൈ, മുകളിലോട്ട് പ്ലസ്. അപ്പോൾ 2 × 1 2, 2 + 1 3. അപ്പോൾ എന്താണ്, 3/2² എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ, 3ൻ്റെ സ്ക്വയർ നമുക്കറിയാം, 3 × 3 9, 2 × 2 അല്ലേ, 2 × 2 എന്താണ് 4. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി ഡെസിമലിൻ്റെ കേസിലാണെങ്കിൽ നോക്കിയേ, 0.4⁻² ആണെങ്കിൽ എന്താണ്, 0.4 × 0.4 ആണ്. ഇവിടെ എന്താണ്, 4 റിപ്പീറ്റ് ചെയ്ത് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഡെസിമലിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 4, ഡെസിമൽ ഒഴിവാക്കിയിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 4 × 4 16 കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ ആകെപ്പാടെ ഡെസിമലിൽ 1 2 നമ്പേഴ്സ് ഉണ്ട്, ഡെസിമലിന് ശേഷം 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ 2 നമ്പേഴ്സ് വേണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ എണ്ണിയിട്ട് 1 2 2 നമ്പേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഡെസിമൽ പോയിന്റ് ഇടുന്നു. അപ്പോൾ നമ്പേഴ്സിൻ്റെ പല ടൈപ്പ് നമ്പേഴ്സിൻ്റെ എന്താണ് പവേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം.